പരിശുദ്ധമായ ശഅബാൻ വിട പറയാൻ ഒരുങ്ങുന്നു. റമളാൻ കടന്നു വരാൻ വെമ്പൽ കൊള്ളുകയാണ്. ഈ ഒരു സമയത്ത് ഇൻഷാ അള്ളാഹ് മറ്റന്നാൾ പിറ കണ്ടാൽ, അതായത് തിങ്കളാഴ്ച മഗ്‌രിബോടുകൂടി പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ ചൊവ്വാഴ്ച റമളാൻ ഒന്നായിരിക്കും. ഇനി തിങ്കളാഴ്ച നിലാവ് കണ്ടില്ല എങ്കിൽ ബുധനാഴ്ച ഏതായാലും നോമ്പാണ്. അപ്പോൾ ആ ഒരു സമയത്ത് റമളാൻ നമ്മളിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞു തരാം. ഒരു കുഞ്ഞു സൂറത്ത്, ഈ സൂറത്ത് ഓതിയാൽ, ഇതിന്ന് ശനിയാഴ്ചയാണ്, ചിലപ്പോൾ ഇന്ന് കാണാൻ പറ്റാത്തവർ ചിലപ്പോൾ നാളെ ആയിരിക്കും കാണുക, നാളെ ഞായറാഴ്ച. അപ്പോൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസമാണോ ഈ ഒരു കുഞ്ഞു സൂറത്ത് ഓതുന്നത് എങ്കിൽ അടുത്തയാഴ്ച ഈ ദിവസം വരെ നിങ്ങൾ അള്ളാന്റെ കാവലിലാണ്. എല്ലാവിധ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എല്ലാ ദോഷങ്ങളും അള്ളാഹു താല പുറത്തു തരും. അത്രമാത്രം ശ്രേഷ്ഠയുള്ള സൂറത്ത് ഉണ്ടോ? ഉണ്ട്. ചെറിയൊരു സൂറത്ത്, നമ്മളൊക്കെ ഓതുന്ന ഒരു സൂറത്താണ്. ഏതാണ് ആ സൂറത്ത്? ആ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത്, എപ്പോഴാണ് ഓതേണ്ടത്, ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്ത്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. പരിശുദ്ധമായ റമളാൻ മാസം വരുകയാണല്ലോ. റമളാനിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദ് ഞങ്ങൾ എങ്ങനെയായി, റമളാനൊക്കെ വരികയാണല്ലോ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? പല ആളുകൾക്കൊരു വെമ്പലാണ്. റമളാൻ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെ ചെയ്യണം? ഇൻഷാ അല്ലാഹ് റമളാൻ മാസത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ സൂചിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഖത്മുൽ ഖുർആൻ ഓതാൻ ഒരുപാട് ഉമ്മമാർ ഇപ്പോഴേ തയ്യാറായിരിക്കുക, ഖുർആനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ ഒരു ഖത്മെങ്കിലും തീർക്കണമെന്ന് മനസ്സിൽ കരുതി വരാൻ അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റമളാനിൽ ഒരു ഖത്തുമെങ്കിലും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റമളാൻ മാസത്തിൽ ഖത്തം ഓതാതെ ഖത്തം ഓതിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമലുണ്ട്. റമളാൻ മാസത്തിൽ ഖത്തം ഓതാൻ പറ്റിയില്ല, എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും ആയിപ്പോയി, പക്ഷേ ഖത്തം ഓതിയ പ്രതിഫലം കിട്ടും. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതോടൊപ്പം തന്നെ റമളാൻ മാസത്തിൽ ഖത്തമുൽ ഖുർആൻ ഓതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിയേണ്ട 1-2 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നു. കൂട്ടത്തിൽ റമളാനിനെ എങ്ങനെ സ്വീകരിക്കണം, വിശാലമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്ന ഒരുപാട് പേരുണ്ട്. പല സ്ഥലത്തുമൊക്കെ ചെല്ലുന്ന സമയത്ത്, ഉസ്താദെ നിങ്ങളുടെ വീഡിയോകൾ ഞങ്ങൾ കാണാറുണ്ട്, നിങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്, അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്രസയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി, അതൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ പല ക്ലാസ്സും ഞങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ പരിപൂർണമായി പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കിനി ഒട്ടും സമയമില്ല. പരിശുദ്ധമായ ശഅബാൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. റമളാൻ ഇതാ കടന്നു വരാൻ പോവുകയാണ്. ശഅബാൻ മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. പിറ കണ്ടാൽ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് റമളാൻ ആദ്യത്തെ രാവാണ്. അതായത് ഇന്ന് ശനിയാഴ്ച, നാളെ ഞായർ, മറ്റന്നാൾ തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ ചൊവ്വാഴ്ച റമളാൻ ഒന്നാണ്. ഇനി തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ല, പിറ കണ്ടില്ല എങ്കിൽ ചൊവ്വാഴ്ച ശഅബാൻ 30 പൂർത്തിയാക്കി ബുധനാഴ്ചയായിരിക്കും റമളാൻ 1. ഒന്നുകിൽ എന്താണ്, ചൊവ്വ ബുധൻ ഉറപ്പാണ്. ചൊവ്വ ആണോ ബുധനാണോ എന്നുള്ളൊരു സംശയം നമുക്ക് ഇൻഷാ അല്ലാഹ് അത് തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടി അറിയാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഫിയത്തുള്ള ആരോഗ്യത്തോടു കൂടി നമുക്ക് റമളാനിനെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും കരുണാവാരിധിയായ പടച്ച നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിപ്രധാനമായ ഒരു ഹദീസ് ആദ്യം തന്നെ എൻ്റെ ഉമ്മമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നബി തങ്ങൾ പറയുന്നു, ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമളാൻ. എൻ്റെ ഉമ്മത്തീങ്ങൾ, എൻ്റെ സമുദായം റമളാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫളീലത്തും അതിൻ്റെ മഹത്വവും അറിഞ്ഞിരുന്നെങ്കിൽ അവർ ആഗ്രഹിക്കും, കാലം മുഴുവനും റമളാനായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു, വർഷം മുഴുവനും റമളാനായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമളാൻ അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ. വർഷം മുഴുവനും റബ്ബേ റമളാനായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു. അത്രമാത്രം ശ്രേഷ്ഠതയും ഫളീലത്തുമാണ് അല്ലാഹു തആല റമളാനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. മുൻകാല സമുദായങ്ങളിലുള്ള പ്രവാചകന്മാർക്കൊന്നും അല്ലാഹു തആല കൊടുക്കാത്ത
പോവാത്ത അതിപ്രധാനപ്പെട്ട ഒരു മാസമാണ്, ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ കടന്നു വരുന്ന റമദാൻ മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാനും ഒരുപാട് ഇബാദത്ത് എടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമദാൻ മാസം വരാൻ ഏതാനും മണിക്കൂറുകൾ, ദിനങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ നെഞ്ചിൽ കൈവച്ച് ചെറിയൊരു സൂറത്ത് ഓതിയാൽ, റമദാൻ മാസത്തിൽ നമ്മളൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ഒരു കാര്യമാണ് ഖത്തുമുൽ ഖുർആൻ ഓതാൻ, ഖത്തം തീർക്കാൻ, ഖുർആൻ മുഴുവനും ഓതി തീർക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉമ്മമാരുണ്ട്. ചില ഉമ്മമാരൊക്കെ വലിയ അത്ഭുതമാണ്. അവരൊക്കെ ആദ്യത്തെ 10, അതായത് 5 ദിവസം കൊണ്ടൊരു ഖത്തം തീർക്കുന്ന ഉമ്മമാരുണ്ട്. 5 ദിവസം കൊണ്ടൊരു ഖത്തം. അപ്പോൾ ആദ്യത്തെ 10 2 ഖത്തം, രണ്ടാമത്തെ 10 2 ഖത്തം, മൂന്നാമത്തെ 10 2, ഇങ്ങനെ ഓരോ 5 ദിവസത്തിലും ഖത്തം തീർക്കുന്ന എത്രയോ ഉമ്മമാരാണെന്നറിയോ. നമുക്കതൊക്കെ പോട്ടെ, ഈ 30 ദിവസം കൊണ്ട് ഒരു ഖത്തമെങ്കിലും ഓതാൻ പറ്റിയാൽ ഇൻഷാ അള്ളാഹ് അത് വലിയ ഖൈർ. അതുകൊണ്ട് ഇപ്പോഴും നിയ്യത്ത് വെക്കാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഇപ്പം തന്നെ നിയ്യത്ത് വെക്കുക, എല്ലാ ഉപ്പമാരും നിയ്യത്ത് വെക്കുക. ഇൻഷാ അള്ളാഹ് ഓതാൻ പറ്റട്ടെ പറ്റാതിരിക്കട്ടെ, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖാൻ. ഇപ്പം തന്നെ നമ്മൾ നിയ്യത്ത് വെക്കാൻ പറ്റുമല്ലോ. ഇൻഷാ അള്ളാഹ് ഈ റമദാനിൽ എനിക്ക് ചുരുങ്ങിയത് ഒരു ഖത്തുമെങ്കിലും, 2 ഞാൻ പറയുന്നില്ല, ചുരുങ്ങിയത് ഒരു ഖത്തുമെങ്കിലും ഞാൻ ഓതി തീർക്കും ഇൻഷാ അള്ളാഹ് എന്ന് ഇപ്പോൾ തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മനസ്സിൽ നിയ്യത്ത് കൊണ്ടുവരിക. അതിന് ശേഷം പിന്നെ റമദാനായിട്ട്, പിന്നെ റമദാനിൽ നമുക്ക് ഓതി തുടങ്ങി, പിന്നെ എന്തെങ്കിലും രോഗങ്ങൾ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകൾ വന്നു, റമദാനിൽ ഓതാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ സമയത്ത് നിയ്യത്ത് വെച്ചത് കൊണ്ട് ഇൻഷാ അള്ളാഹ് റമദാനിൽ നമ്മുടെ ഖത്തം ഓതിയ ഒരു കൂലി അള്ളാഹു തആല നമുക്ക് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിയ്യത്ത് വെക്കാൻ നമ്മൾ മറന്നു പോകണ്ട. എന്താ നിയ്യത്ത്? ഇൻഷാ അള്ളാഹ് ഈ വരുന്ന റമദാനിൽ ഇൻഷാ അള്ളാഹ് ഞാൻ എന്ത് ചെയ്യും, ഒരു ഖത്തുമുൽ ഖുർആൻ റബ്ബേ ഞാൻ ഓതുന്നതാണ്, അതിന് തൗഫീക്ക് തരണേ അള്ളാഹ് എന്ന് ഇപ്പോഴേ നമ്മൾ നിയ്യത്ത് വെക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം, ഇനിയുള്ള ദിവസങ്ങളിലും നെഞ്ചിൽ കൈവച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇനി പറയാൻ പോകുന്ന ഒരു ചെറിയ സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അടുത്തയാഴ്ച, ഇതിപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് നമ്മൾ ഇത് ഓതിയത് എങ്കിൽ അടുത്ത ശനിയാഴ്ച വരെ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും. അതുപോലെ നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. അതുപോലെ ആപത്ത് മുസീബത്തുകളിൽ നിന്നുള്ള വലിയ സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ച ഒരു ചെറിയ അത്ഭുതപ്പെടുത്തുന്ന സൂറത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഒന്ന് പഠിക്കാം. ഏതാണ് ആ സൂറത്ത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവിധത്തിലുള്ള ആപത്തുകൾ, കണ്ണേറുകൾ, സിഹറുകൾ, അതുപോലെയുള്ള എന്തെല്ലാം വിഷമ പ്രയാസങ്ങളുണ്ട്, അതിൽ നിന്നെല്ലാം സംരക്ഷണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ചെറിയൊരു സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ റാഹത്ത്, എപ്പോഴും നബിതങ്ങൾ ഓതുന്ന സമയത്ത് വലിയ റാഹത്തുണ്ടായി എന്ന് നബിതങ്ങൾ തന്നെ പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. സൂറത്തു തൗഹീദ് എന്നും ഈ ഒരു സൂറത്തിന് പറയപ്പെടാറുണ്ട്. അതായത് സൂറത്തുൽ ഇഖ്ലാസിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൽ വേറെ ഒരു ചർച്ചയില്ല, അള്ളാനെ പറ്റി മാത്രമുള്ള ചർച്ചയാണ്. തൗഹീദ്, ഏകദൈവ വിശ്വാസത്തെ പറ്റിയുള്ള മാത്രമുള്ള ഒരു സൂറത്താണിത്. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൂറത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് പിശാചിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ദിവസം നമുക്ക് എത്ര പ്രാവശ്യം ഓതാൻ പറ്റുമോ, എത്ര പ്രാവശ്യം നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുമോ, ഇത് ഓതിയ ഈ ദിവസം മുതൽ അടുത്ത ആഴ്ച ഈ ദിവസം വരെ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും. നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി കിട്ടും. എന്ത്? ഈ സൂറത്ത് ഓതിയാൽ. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ശ്രേഷ്ഠത വലിയതാണ് കേട്ടോ, വമ്പരാൻ. എത്ര പറഞ്ഞാലും തീരില്ല. ഒരു സ്വഹാബി വന്ന് നബി തങ്ങളോട് പരാതി പറഞ്ഞല്ലോ, നബിയെ ഇന്ന സ്വഹാബി ഇമാമ് നിൽക്കുമ്പോൾ എപ്പോഴും ഈ സൂറത്തുൽ ഇഖ്ലാസ് തന്നെയാണ് ഓതുന്നത്, വേറെ സൂറത്തൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന് ചോദിക്കും നബിയെ. അപ്പോൾ നബി തങ്ങൾ വന്നപ്പോൾ ആ സ്വഹാബിയോട് ചോദിച്ചപ്പോൾ സ്വഹാബി നബിയെ എനിക്ക് മറ്റു സൂറത്തുകളൊക്കെ അറിയാം, പക്ഷേ ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മുഹബ്ബത്താണ്, ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഈ ഇഷ്ടം ഈ സൂറത്തുൽ ഇഖ്ലാസിനോടൊപ്പം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നാണ്. അപ്പോൾ നമുക്കും ഒരു ഇഷ്ടമുണ്ടാവണം എന്ത് സൂറത്തിൽ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സൂറത്താണ്. കാരണം ഏത് നിസ്കാരത്തിലാണെങ്കിലും നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അല്ലാഹു സമദ് ലം എന്ന് നമ്മൾ ഓതാറുണ്ട്. അപ്പോൾ ഓതുന്ന സമയത്ത് ശ്രദ്ധയോടെ തജ്വീദ് അനുസരിച്ച് ഓതണേ, ഇല്ലെങ്കിൽ അത് വലിയ അബദ്ധത്തിലേക്ക് പോകും. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യുക. പിന്നെ നമ്മൾ ഈ സൂറത്തുൽ ഇഖ്ലാസിന് അതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സുലുസുൽ ഖുർആൻ, സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 ഭാഗമാണ്. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ നല്ല
ആത്മാർത്ഥതയോടുകൂടി ഓതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവനിക്ക് കിട്ടുന്നത് ആ ഖുർആൻ മുഴുവനും ഓതിയവനെ പോലോത്തൊരു പ്രതിഫലം അല്ലാഹു തആല അവനിക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ അത്രമാത്രം പ്രതിഫലമുള്ളതാണ്. മാത്രമല്ല ഒരു മജ്ലിസിൽ വെച്ച് ഒരാൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഹുഫിള മിൻ മജ്ലിസിഹി ദാലിക ഇലാ മിസ്ലിഹി, ഒരുവൻ ഏതെങ്കിലും ഒരു മജ്ലിസിൽ ഇരുന്നിട്ടാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതെങ്കിൽ ഇതുപോലെ മറ്റൊരു മജ്ലിസിൽ അവൻ ഇരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും അവൻ ഉണ്ടാവുക. പാപങ്ങൾ പൊറുക്കപ്പെടാനും വിവാഹം നടക്കാത്തവരെ ഖൈറായി വിവാഹം നടക്കാനും അതുപോലെ ഈമാൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ഉറക്കാനും ഒരുപാട് നേട്ടങ്ങൾ വാരിക്കോരി കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുക. ഈ ശഅബാൻ മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചിട്ട് നമ്മൾ റമളാനിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റമളാൻ നമുക്ക് അനുകൂലമാകും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമളാൻ മാസത്തിൽ ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം യാ അല്ലാഹ് എത്ര പറഞ്ഞാലും തീരില്ല. എത്രയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ റമളാൻ മാസത്തിൽ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് അയാളുടെ 2 കണ്ണുകൾക്കിടയിൽ മലക്കുകൾ വന്ന് ചുംബിക്കുന്നതാണ്. എത്ര വലിയ നേട്ടമാണ്! റമളാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ്. ആ റമളാനിനെ 2 കൈയും നീട്ടിയാണല്ലോ ഉമ്മമാരെ നമ്മൾ സ്വീകരിക്കേണ്ടത്. വിശുദ്ധമായ റമളാൻ മാസം കടന്നു വരികയാണ്. മർഹബം ബി റമളാൻ, മർഹബം ബി റമളാൻ, മർഹബം ബി റമളാൻ. റമളാനേ നിനക്ക് സ്വാഗതം, റമളാനേ നിനക്ക് സ്വാഗതം. മഗ്ഫിറത്തിൻ്റെ മാസം റമളാൻ നിനക്ക് സ്വാഗതം, മർഹമത്തിൻ്റെ മാസം റമളാൻ നിനക്ക് സ്വാഗതം. ആ റമളാനിനെ സ്വാഗതം ചെയ്യണം. മാനസികമായ സന്തോഷമുണ്ടാവണം. അള്ളാഹു എനിക്ക് ഒരുപാട് നിസ്കരിക്കാമല്ലോ, ഒരുപാട് നോമ്പെടുക്കാമല്ലോ, ഒരുപാട് ദിക്റുകൾ പറയാം, ഒരുപാട് ഖുർആൻ ഓതാം എന്ന ഒരു സന്തോഷം ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ പരിശുദ്ധമായ റമളാൻ വരുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമളാൻ നമുക്കെല്ലാവർക്കും അനുകൂലമാകും. വീണ്ടും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകൾ, വിശുദ്ധമായ ഖുർആൻ ഓതപ്പെടുന്ന വീടുകൾ അല്ലെങ്കിൽ ഓതുന്ന വ്യക്തി, അവനിക്ക് അല്ലാഹു തആല നന്മയും അതുപോലെ ഒരുപാട് ജീവിത വിഭവവും മലക്കുകൾ മുഖേന അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല ഏത് വീട്ടിലാണോ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത്, ഏത് വ്യക്തിയാണോ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത്, ഓതേണ്ട രൂപത്തിൽ ഓതണം കേട്ടോ. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഉസ്താദേ ഞാൻ എല്ലാ ദിവസം 3 യാസീൻ വെച്ച് ഓതാറുണ്ട്, രാവിലെയും വൈകിട്ടും രാത്രിയിലും 3 യാസീൻ വെച്ച് ഓതാറുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു ഖൈറുമില്ല, ഒരു ബർക്കത്തുമില്ല. അത് ഓതേണ്ട രൂപത്തിൽ ഓതാനിട്ടാണ്. വെറുതെ അവിടെ ഇവിടെയൊക്കെ ചിന്തിച്ചിട്ട് കുറേ ഖുർആൻ, അങ്ങനെയല്ല. ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരല്പമാണെങ്കിലും നല്ല ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ ഓതണം. കുറേ ആൾക്കാരുണ്ട്, അവരിങ്ങനെ ഓതും, യാസീൻ അൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓതും. ഓതുന്നത് തന്നെ തെറ്റാണ്. പിന്നെ പല ചിന്തകളിൽ അവിടെ പോകണം ഇവിടെ പോകണം ആ ഒരു ചിന്തയിലാണ് ഓതുന്നത്. വെറുതെ ഓതി എന്നുള്ള പേര് വരുത്താൻ വേണ്ടി ഖുർആൻ ഓതണ്ട. അപ്പോൾ അതിന് ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമല്ല, ഖുർആൻ്റെ ശാപമായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഓതി എന്നുള്ള പേര് വരുത്താനല്ല ഖുർആൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്പമാണ് ഓതുന്നതെങ്കിലും ആ ഓതുന്നത് കൊണ്ടുള്ള നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെയോ വീണ്ടും വിശുദ്ധമായ ഖുർആൻ ഓതുന്നതിൻ്റെ ശ്രേഷ്ഠത മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 3 കാര്യങ്ങൾ മനപ്പാഠമാക്കാനുള്ള കഴിവ് അല്ലാഹു തആല നമ്മളിൽ നിന്നും വർദ്ധിപ്പിച്ചു തരുന്നതാണ്. മനപ്പാഠമാക്കാനുള്ള കഴിവ് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരും 3 കാര്യങ്ങൾ ചെയ്താൽ. ഒന്നാമത്തേത് മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കലാൻ. രണ്ടാമത്തേത് നോമ്പ് പിടിക്കുക. മൂന്നാമത്തേത് ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്താൽ ഓർമ്മശക്തി, അവൻ്റെ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുമേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരീക്ഷാ കാലമല്ലേ, മക്കളോട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒരല്പമെങ്കിലും ചുരുങ്ങിയതൊരു ഫാത്തിഹയോ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഒരു ഫലക്കോ അതുപോലെ തന്നെ സൂറത്തുൻ നാസൊക്കെ ഓതി ഒന്ന് നെഞ്ചത്തും ശരീരത്തൊക്കെ ഊതിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക. സ്വയമായിട്ടൊന്ന് ഇഷ്ഫി എന്നൊക്കെ പറഞ്ഞ് മന്ത്രിച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക. ആ പഠിക്കുന്ന കാര്യം നിങ്ങളുടെ മെമ്മറിയിലുണ്ടാകും, നല്ല രൂപത്തിൽ എഴുതാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ റമളാൻ മാസം വരികയാണ്. റമളാൻ വരുന്ന സമയത്ത് ഖത്മുൽ ഖുർആൻ ഓതുന്ന ഉമ്മമാരുണ്ട് അല്ലേ? നമ്മളൊക്കെ തറാവീഹ് നിസ്കരിക്കാൻ നിൽക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. അതുപോലെ വിത്ർ നമസ്കാരം, എത്രയോ നിസ്കാരങ്ങളാണ്, നോമ്പുതുറ കാര്യങ്ങൾ, ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. ഇപ്പോൾ ഈ ഖത്മുൽ ഖുർആൻ ഓതുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് പല ആളുകളും
ഈ ഖത്തുമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് പല അബദ്ധങ്ങളും വരുത്താറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ ഓതുന്ന, ഇപ്പം നമ്മൾ ഖത്തുമുൽ ഖുർആൻ ഓതി സൂറത്തുൽ ഫാത്തിഹ ഓതി, അത് കഴിഞ്ഞ് സൂറത്തുൽ ബഖറ ഓതി, സൂറത്തു ആലി ഇമ്രാൻ മൂന്നാമത്തെ അപ്പോൾ ഈ സൂറത്തുൽ ആലി ഇമ്രാൻ്റെ ഒരു പേജ് നമ്മൾ ഓതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഒരു പേജ് നമ്മൾ ഓതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓതി എപ്പോഴാണ്? ളുഹർ നിസ്കാരത്തിന് മുമ്പാണ് ഓതി. അപ്പോൾ നമ്മൾ മടക്കി ളുഹർ നിസ്കരിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ നമുക്കൊരു സംശയം, അല്ലോ ഞാൻ ഇത് ഏത് ആയത്ത് വരെ ഓതി? സൂറത്തുൽ ആലി ഇമ്രാനിൻ്റെ ഏത് ആയത്ത് വരെ ഓതി? എവിടെന്നെങ്കിലും ഒന്ന് ഓതിയേക്കാം. അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഏകദേശം ഒരു രൂപം ഉണ്ടാവില്ല. ഓതി നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ഓതിയിട്ടുണ്ട്, ഈ ആയത്തുകളൊക്കെ ഓതിയിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 2-3 ആയത്തെങ്കിലും ഒന്ന് ഓതിയിട്ട് ഓതുക. കാരണം ഒരു പക്ഷേ നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ മടക്കിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോയോ ചെയ്താൽ രണ്ടാമത് ഓതുന്ന സമയത്ത് നമ്മൾ ചില ആയത്തുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണോ ഓതി നിർത്തിയത്, ഇനി അത് ഓതി നിർത്തിയത് നമുക്ക് അറിയാമെങ്കിൽ അവിടെ തൊട്ട് ഓതുക. ഇനി മറന്നുപോയെങ്കിൽ ഒരു 2-3 ആയത്ത് മുകളിൽ നിന്നും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഖത്തുമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലം മുഴുവനായും ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉസ്താദ് ഞങ്ങൾക്കിത് എങ്ങനെ ഓതി തീർക്കാൻ പറ്റും? നമുക്ക് എന്താണ് ഖുർആൻ 24 മണിക്കൂറും ഖുർആനും കൊണ്ട് അങ്ങനെ ഇരിക്കേണ്ട കാര്യം. കാരണം റമളാനാകുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകും. അപ്പോൾ 24 മണിക്കൂറും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ളുഹർ നമസ്കാരത്തിന് മുമ്പ് ഒരു 5 പേജ് ഓതാൻ പറ്റുമോ? ളുഹർ നമസ്കാരത്തിന് ശേഷം ഒരല്പം ഓതാൻ പറ്റുമോ? അസറിന് മുമ്പ്, അസറിന് ശേഷം, അതുപോലെ തന്നെ മഗ്‌രിബിന് മുമ്പ് ഒരു 6 മണിക്ക് ഇരുന്ന് ഒരു 6 മണിക്ക് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇരുന്ന് അതൊരു 6:15 വരെ അല്ലെങ്കിൽ 6:20 വരെ ഓതി, പിന്നെ ഖുർആൻ മടക്കി വെച്ചു, പിന്നെ കുറച്ച് ദിക്റുകൾ ചൊല്ലി, അപ്പോൾ തന്നെ ബാങ്ക് വിളിക്കും. അപ്പോൾ അങ്ങനെ ഓതുക. പിന്നെ എന്താണ്, സുബഹിക്ക് മുമ്പ് നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് ഓതാൻ പറ്റുന്നവർ ഓതുക. പിന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾ എഴുതിയത് പറയുന്ന ഞാൻ ഉൾപ്പെടെ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഒരൊറ്റ ഉറക്കമാണ്. ഉറങ്ങണ്ടെന്നൊന്നും പറയുന്നില്ല. ആ ഉറങ്ങുന്ന സമയത്ത് ആ സൂര്യനൊന്ന് ഉദിച്ചിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദിക്കാതെ കിടന്നുറങ്ങിയാൽ അത് വലിയൊരു ബർക്കത്ത് കേടാൻ. റമദാൻ എന്ന് പറഞ്ഞാൽ ബർക്കത്തിൻ്റെ മാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു 1-2 പേജ് ഓതുമ്പോൾ തന്നെ എന്തായി സൂര്യൻ ഉദിക്കും, പിന്നെ കിടന്ന് നമുക്ക് ഉറങ്ങാം. ഖത്തുമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. പിന്നെ നമുക്ക് എത്ര അറിയാവുന്ന സൂറത്താണെങ്കിലും ഖത്തുമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് അത് നോക്കി തന്നെ ഓതലാണ് നല്ലത്. മൊബൈലിൽ നോക്കി ഓതണ്ടെന്നൊന്നും പറയുന്നില്ല. കാരണം ഇന്നത്തെ കാലമാണ്, എല്ലാവരും സോഷ്യൽ മീഡിയ കാലമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി വുളുവെടുത്ത് ഖുർആൻ തന്നെ കയ്യിൽ പിടിച്ചിട്ട് ഖിബിലക്ക് മുന്നിട്ട് നല്ല അതബോട് കൂടി ഇരുന്നിട്ട് വേണം വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഖത്തുമുൽ ഖുർആൻ ഓതാൻ. ഇന്നത്തെ ദിവസം തന്നെ പറയുന്നത്, ഇനി നോമ്പ് തുടങ്ങി, അയ്യോ ഇത് ഉസ്താദ് നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചേനല്ലേ എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസം വരികയാണ്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് എങ്ങനെ ഓതണം, ഓതിയാൽ അതിൻ്റെ നേട്ടം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖത്തുമുൽ ഖുർആൻ ഓതുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട ചില കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ റമദാൻ വരികയാണ്. മാനസികമായ സന്തോഷമുണ്ടാവണം, ശാരീരികമായ തയ്യാറെടുപ്പുണ്ടാവണം, മറ്റുള്ളവരുള്ള പിണക്കങ്ങളൊക്കെ മാറ്റിവെക്കണം. അതുപോലെ തന്നെ റമദാൻ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്ക് ഒരുപാട് ഖുർആൻ ഓതണമെന്നുള്ള ഒരു നിയ്യത്ത് ഇപ്പം തന്നെ വെക്കുക. റമദാൻ ആവട്ടെ, നോക്കാൻ സമയമുണ്ടെങ്കിൽ ഓതാം, അങ്ങനെയല്ല. ഇപ്പം തന്നെ നിയ്യത്ത് വെക്കുക. എന്ത്? ഇൻഷാ അല്ലാഹ് ഒരു ഖത്തം, ചുരുങ്ങിയത് ഒരു ഖത്തമുൽ ഖുർആനെങ്കിലും എനിക്ക് ഈ റമദാനിൽ തീർക്കണമെന്നുള്ള ഒരു നല്ല നിയ്യത്ത് ഇപ്പോൾ തന്നെ വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താണ്, ഇനി അഥവാ റമദാനിൽ ഖുർആൻ ഓതാൻ പറ്റാതെ പോയാലും നമുക്ക് ഓതിയതിൻ്റെ പ്രതിഫലം പടച്ചവൻ തരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് മറ്റ് തറാവീഹ് നമസ്കാരം, വിത്ർ നമസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ റമദാനിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞത്. എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ രക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ മാറ്റി എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിലേക്ക് ഒരുപാട് ഖുർആൻ ഓതാൻ, ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ പരിശുദ്ധമായ റമദാൻ ഒന്നുകിൽ വരുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച. അപ്പോൾ ആ സമയത്തൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.